ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ ഡൽഹിയിലെത്തിയിട്ട് 3 days ആയിട്ടോ. പക്ഷെ ഇന്നലാണ് ആഗ്രയ്ക്ക് വന്നത്. അപ്പോൾ ഇവിടെ റൂമെടുത്ത് രാവിലെ ഇങ്ങോട്ട് വന്നതാണ് താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. കാരണം താജ്മഹലാണല്ലോ, അപ്പോൾ നല്ല തിരക്കുണ്ടാകുമല്ലോ. അപ്പോൾ എത്രയോ കാലമായിട്ടുള്ള എല്ലാവരെയും ഒരു ഡ്രീമാണല്ലോ താജ്മഹൽ കാണുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പോൾ കുറേ മങ്കീസൊക്കെ ഉണ്ട് സൈഡിലൊക്കെ. അപ്പോൾ ഒരു ചെറിയൊരു ക്ലിപ്പ് കണ്ടപ്പം എടുത്ത് ഇട്ടതാണ്. പിന്നെ അങ്ങനെ പോയി കൗണ്ടറിലെത്തി. ഞങ്ങൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തായിരുന്നു. അതുകൊണ്ട് അധികം വെയിറ്റ് ചെയ്യാണ്ട് ഉള്ളിലേക്ക് എത്താൻ പറ്റി. പക്ഷേ ഇന്ത്യയിൽ ഒരു ഡയറി ഉണ്ടായതുകൊണ്ട് പെട്ട് അതും കൊണ്ട് ലോക്കറിൽ വെക്കാൻ വേണ്ടി കുറേ ദൂരം ഞങ്ങൾ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ച് പോകേണ്ടി വന്ന്. ഞാൻ പുറത്ത് വെയിറ്റ് തന്നെ ഉപകാരമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് വെക്കാൻ വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്ത് പിന്നെ ഉള്ളിലെത്തി. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാട്ടോ പോണത്. അവിടെ സൈഡിലൊക്കെ അതിനെപ്പറ്റി ഹിസ്റ്ററിയൊക്കെ ആയിട്ടുള്ള കുറേ ബുക്സൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളതൊന്നും നോക്കിയില്ല. അത് കാണാനുള്ളൊരു ആകാംക്ഷയോട് കൂടി ഇങ്ങനെ പോവാണ്. പിന്നെ ഗേറ്റിൻ്റെ അടുത്തെത്തി. ത്രോ ആയിട്ടുള്ള ഭയങ്കര ഡ്രീമായി ഇവിടെ എത്തി ഒരു വീഡിയോ എടുക്കുക എന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ ഒരു ഇതുകൊണ്ട് നമുക്ക് നല്ല ക്ലിയറിൽ കാണാൻ പറ്റിയില്ല. അടുത്തെത്തിയപ്പോഴാണ് നല്ലോണം കാണാൻ പറ്റിയത്. വീഡിയോയിൽ അത്ര ക്ലിയറിൽ കിട്ടിയില്ല. അത്ര ഇതിൽ തന്നെ ഞങ്ങളും കണ്ടിയുള്ളൂ അവിടുന്ന്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടെത്തി. ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ അടുത്തി പിന്നെ കുറേ ഫോട്ടോസ് എടുക്കാനുള്ള തിരക്കായി. അതിന് മുന്നേ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഞാൻ അതിനായിട്ട് ഡ്രസ്സൊക്കെ പ്രത്യേകമായിട്ട് കൊണ്ടുവന്നിനു. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടാണ് ഇങ്ങോട്ട് പോയത്. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ 2-3 ഷൂട്ടൊക്കെ കിട്ടി. പിന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തടുത്തേക്ക് പോവുകയാണ്. കുറച്ചങ്ങനെ നടക്കാനുണ്ട് കേട്ടോ അതിൻ്റെ അടുത്തെത്തണമെങ്കിൽ. പിന്നെ പിറകു വശാട്ടോ ഭയങ്കര അടിപൊളി. എനിക്ക് നല്ല ഇഷ്ടമായത് അതാണ്. പിന്നെ തീരെ പ്രതീക്ഷിച്ചില്ല. കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ കണ്ടിട്ടെങ്കിലും ഇങ്ങനെ ഇതിൻ്റെ ബേക്ക് ഭാഗം ഇപ്പോഴാണ് കണ്ടത്. അടിപൊളിയാണ്. നല്ലൊരു പുഴയാണ്. പിന്നെ അതിൻ്റെ ഒരു ക്ലൈമറ്റും അതാണ് അതിൽ കൂടുതൽ ഭംഗിയായിട്ട് കാണുന്നത്. അങ്ങനെ കുറേ സ്ഥലം നോക്കി നിന്നിട്ടോ. അടിപൊളിയായി. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി കണ്ട് പിന്നെ അതിൻ്റെ ഉള്ളോട്ട് കയറാൻ വേണ്ടി മ്യൂസിയത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ പ്രത്യേകമായിട്ടൊരു കവറ് നമ്മൾ കാൽമേൽ ചെരുപ്പുമേലിടണം. കാരണം അവിടെ ഫുള്ള് മാർബിളാണ്. അപ്പോൾ അവിടെ നമ്മളത് യൂസ് ചെയ്യണം. പിന്നെ ചെറിയൊരു ചെക്കിങ് ഉണ്ട് കേട്ടോ. ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളോട്ട് കയറി. പിന്നെ അതിലിങ്ങനെ പോവാണ്. പിന്നെ നമ്മൾ ഉള്ളിൽ കയറിയിട്ടോ ഗായ്സ്. പക്ഷേ അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് എഴുതി വെച്ചിരിക്കുന്നു അവിടെ. പിന്നെ അത് കാര്യമായിട്ടുള്ളത് ഓലെ രണ്ടാളെയും പിന്നെ ഖബർസ്ഥാനാണ്. അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ ഫുള്ള്
കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആഗ്ര ഫോർട്ട് അതിലേക്ക് പോയി. അപ്പോൾ ഒരു അബദ്ധം പറ്റി ഗൈസ്, ഫോൺ ഓഫായി പോയി. പിന്നെ ഞങ്ങളുടെ ഫോൺ അഡ്ജസ്റ്റ് ചെയ്തെടുത്ത ഒരു ക്ലിപ്പാണിത്. അപ്പോൾ വലിയൊരു ക്ലാരിറ്റി കുറവുണ്ട്. പിന്നെ അങ്ങനെ അവിടെ ഫുള്ള് കണ്ട അടിപൊളിയായിട്ട് പറയാൻ പറ്റില്ല. പണ്ടത്തെ നമ്മുടെ ഹിസ്റ്ററി മൂവീസൊക്കെ കണ്ടുകൊണ്ട് ഹിസ്റ്ററി ഒക്കെ അറിയുന്നത് പിന്നെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമുള്ള ഒരു സ്പേസാണത്. പിന്നെ കുറേ ചുറ്റി കാണാനുണ്ട്, ഒരുപാടുണ്ട്. വലിയൊരു കോട്ട ആണ്. പിന്നെ പണ്ടത്തെ രാജാക്കന്മാരെ ഒരു സ്മാരകമാണ്. പിന്നെ ഞങ്ങൾ നേരെ ട്രെയിൻ പിടിച്ച് ഡൽഹിക്ക്. ഇങ്ങനെ അടിപൊളി സെറ്റപ്പ് ട്രെയിനൊക്കെ കഴിയും. പക്ഷെ ഞങ്ങൾ 2 ടീക്കും സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തപ്പോൾ 2 ബിസ്ക്കറ്റാണ് കൈസ് കൊണ്ടുവന്നത്. അങ്ങനെ അത് കഴിച്ച് ഒരു 3 മണിക്കൂർ ഡൽഹിക്ക് ദൂരമുണ്ട്. അങ്ങനെ ഫോണ് ചാർജൊക്കെ ചെയ്ത് പിന്നെ നേരെ റൂം എടുക്കാൻ പോയി. ഇവിടെ ഏതൊരു ഹോട്ടലിൽ പേര് ഞാൻ ഓർക്കില്ല. അങ്ങനെ റൂം എടുത്ത് നല്ല അടിപൊളി സെറ്റപ്പ് റൂമായിരുന്നു. പിന്നെ റൂം കിട്ടിയപ്പാടെ ഞങ്ങൾ കിടന്നിക്കാൻ തോന്നുന്നത്. കാരണം നല്ല ടയേർഡായി രണ്ടാളും. പിന്നെ നല്ല അടിപൊളി റൂമായിട്ടോ, സെറ്റായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് റൂമിലേക്ക് ഓർഡർ ചെയ്തതായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് നേരെ കിടന്നുറങ്ങി. പിന്നെ ഞങ്ങൾ മോർണിംഗ് എണീച്ച് നേരെ വിട്ട് നമ്മളെ ഇന്ത്യൻ ഗേറ്റ് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇവിടെ വരെ വന്നിട്ട് അത് കണ്ടില്ല പറഞ്ഞാൽ മോശമാണല്ലോ. അപ്പം അങ്ങനെ പോയി. നല്ല ഉയരം കേട്ടോ കാണാൻ. പിന്നെ അന്നൊരു ഫോട്ടോ കിട്ടാൻ വേണ്ടി കുറേ കളിച്ചിട്ടോ. കാരണം അതിൻ്റെ ക്ലിപ്പ് ഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണല്ലോ. പിന്നെ അവിടെ കുറച്ച് സ്പെൻഡ് ചെയ്തു. കുറച്ച് ഫ്രൂട്ടും അങ്ങനെ കാര്യങ്ങളൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ വിട്ട് മെട്രോ പിടിച്ച് അവിടെ എത്തി. അവിടെയും ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല തിരക്കുണ്ട് അവിടെ. അവിടുന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വാങ്ങിക്കൂ. പക്ഷേ ഞങ്ങൾ ഓൺലൈനായിട്ട് തന്നെ ടിക്കറ്റ് എടുത്ത്. അതാട്ടോ ഗൈസ് ഏറ്റവും നല്ലത്. അപ്പോൾ അന്നെടുത്ത് അങ്ങനെ ഉള്ളിൽ കയറി. കുറേ കാണാനുണ്ട്. നല്ല ആൾക്കാരുണ്ട് കേട്ടോ അവിടെയൊക്കെ. നമ്മളിങ്ങനെ വീഡിയോ ആദ്യമായിട്ട് എടുക്കുകയാണ്, ഷോർട്സ് ഇടലേ ഉള്ളൂ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ക്ലിപ്പ് മിസ്സാവുന്നുണ്ട് കേട്ടോ. അവിടെ എവിടെയൊക്കെയാണ് എടുത്തത്, നേരെ റൂട്ടല്ല. അവിടെ കുറേ ചുറ്റി കാണാനുണ്ട് കേട്ടോ. ഫുള്ള് അറബി കൊണ്ട് എഴുതിയിരിക്കുന്ന എല്ലാ ചുമരുമ്മലൊക്കെ ഫുള്ള് പണ്ടത്തെ കൊത്തുപണികളാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത്.
പിന്നെ അവിടെ ഒരുപാടുണ്ട് കേട്ടോ കാണാൻ, ഒരുപാടുണ്ട്, ചുറ്റി കാണാനുണ്ട്. അപ്പോൾ കുറേ നടക്കാൻ കഴിയുന്നവർക്കൊക്കെ ഇഷ്ടം പോലെ നടക്കാൻ സ്പേസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ ചുറ്റി കണ്ടിട്ടോ ഒരുപാട്. പിന്നെ ഒരേപോലത്തെ സാധനങ്ങൾ തന്നെയാണ് കുറേ ഉള്ളത്. പിന്നെ രാത്രിയാണ് കാണാൻ രസമുണ്ടാകുക. പിന്നെ ലൈറ്റിംഗ് ആണ് അടിപൊളി. ഞങ്ങൾ പകലായിപ്പോയി എത്തിയത്. അവിടെ എത്തിയതാണ് ഞങ്ങളത് അറിഞ്ഞത്. പിന്നെ ഞങ്ങൾക്ക് അതിനുള്ള ടൈമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രാത്രിയാവോളം വെയിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഈ സംഭവം എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ ഗൈസ്. ഇത് അവിടെ എഴുതി വെച്ചതൊന്നും കണ്ടില്ല. ഞങ്ങൾ കാണാനായിട്ടാണോ എന്നറിയില്ല, എന്താണെന്ന് മനസ്സിലായില്ല. ആരെങ്കിലും അറിയുന്നവരുണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഫസ്റ്റത്തെ വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.